വീട്ടില് ഉറക്കോ? സൂപ്പർ. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളൊരു സ്ഥലത്ത് പോകട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആരതിയുടെ വീട്ടിലോട്ടാണ് പോണത്. കാരണം വേണമെന്നല്ല, കുറേ മാസമായിട്ട് അവൾ ഞങ്ങൾ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്, നീ വാ വാ വാന്ന്. പക്ഷേ ഇതുവരെ എനിക്ക് സമയവും കിട്ടിയില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഇന്ന് ഞാൻ അവളെ വീട്ടിൽ പോകാം. ഇന്ന് അവൾ അനിയന് കാവടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അവളെ വീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അല്ല, ഒരാഴ്ച മുമ്പേ അവളെ വിളിക്കാൻ തുടങ്ങി, വാ ഫുഡ് കഴിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പിന്നെ അവളെ വെറുതെ സങ്കടപ്പെടുത്താൻ എന്തിനാന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ അവളെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ വ്ളോഗ് അപ്പോൾ ആരതിയുടെ വീട്ടിലോട്ട് പോകുന്ന വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം. ദവിശാണ് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്ന കേട്ടോ. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ആരതിയുടെ വീട്ടിൽ കുറച്ച് ദൂരമുണ്ട്, പേയാടാണ് കേട്ടോ അവളെ വീട്. അങ്ങനെ ഞങ്ങൾ അവളെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് മറന്ന് വീട്ടിൽ വെച്ചിട്ട് വന്നേട്ടോ. വീണ്ടും എടുക്കാൻ പോയി, ചാവി എടുത്തില്ലെന്ന്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം എൻ്റെ സൗണ്ട് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ പൊന്നു. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞാൻ കോളേജ് തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവളാട്ടോ. അപ്പോൾ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും അവളെ പോയി കാണണമെന്ന്. അങ്ങനെ എങ്ങനെയൊക്കെ വിഷയനെ കൺവിൻസ് ചെയ്തെടുത്ത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. എന്തോ യൂട്യൂബിലത്തേക്ക് വീഡിയോ ഇടാം. ഇത് ഞങ്ങൾ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ കൊച്ചാട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. അങ്ങ് നിൽക്കുക കേട്ടോ. അതാ പൊന്നു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു റോസാപ്പൂ കടിച്ച് മാറ്റി തലയിലൊക്കെ വെച്ച് നല്ല കുട്ടപ്പിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ തിരിച്ചിട്ടുണ്ട് ഗൈസ്. ഫ്രണ്ട് ഇരുത്തോളാം. അപ്പോൾ ഗൈസ് ഈ വഴി ഇറങ്ങി പോകുമ്പോൾ എൻ്റെ വീട്ടിലോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളത് ആരതിയുടെ വീട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല ആളുണ്ട്. ഇനിയിപ്പോ നിന്റെ വീഡിയോ ആണ് എടുക്കേണ്ടത്. വീടൊക്കെ കിട്ടിലാക്കി അമ്മ കൃഷ്ണ. ഇതാണ് ആരതി ഗൈസ്. ഇതാണ് ഗൈസ് ആരതിയുടെ അപ്പൂപ്പൻ. മമ്മി ബിസിയാണോ? ബിസിയാണ്, ഭയങ്കര ബിസി ഗൈസ്. മാമി ഫുഡ് എടുക്കണം, ബിസിയാണ്. സ്ഥലം കൊള്ളാമോ? അതിനെ നോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങാനാണ് പാമ്പ് ഗൈസ്. അവിടെ ഒരു നല്ല വലിയൊരു ആറുണ്ട് ഗൈസ്, അവളെ വീട്ടിൻ്റെ താഴെയായിട്ട്. വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കും.
വെള്ള അടിച്ചപ്പോ സൂപ്പർ ആയിട്ടുണ്ട്. എന്തോ മറ്റേ പാല് വെച്ച് വീട്ടിൽ കയറണ അവരോട് ചെറുക്ക. അപ്പൊ അവന്റെ കല്യാണ സമയത്തൊക്കെ എന്തിനായിരിക്കും. സൂപ്പർ. അപ്പൊ ഞങ്ങളിതാ ഇപ്പൊ നമ്മളെവിടെ പോകണം? പള്ളിയിൽ പോകണം. ഒരു പള്ളിയിൽ കറങ്ങാൻ പോണം. ഹലോ ശ്രീദേവി രണ്ടാമത്തെ ചന്ദ്. പക്ഷെ കാണാനില്ല, ഉറക്കം. ഹലോ എവിടെ നീ? വീട്ടില് ഉറക്കോ? ഉറക്കൊന്നുമില്ലടി, ഇതാ ഫോണില് ഒരു പരിപാടി, അപ്പൊ അത് വെളിയിൽ നിന്ന് നോയിക്കോണ്ടിരിക്കുന്നു. നിനക്ക് ടി വി ഉണ്ടാ? കോവിലിന്റെ പരിപാടി നോക്കാൻ ഇവിടെ നിനക്ക് വീട്ടില് വെളിയിൽ നിന്ന് പരിപാടി കണ്ടോണ്ടിരിക്കുന്നത്. എന്നാലും നിനക്ക് ഇവിടെ വരാറുണ്ടോടി? എടി ഞാൻ അല്ലാതെ ഒരു ദിവസം വരാന്ന് പറഞ്ഞെടി, എനിക്കെല്ലാം ഇന്ന് വരാൻ. അവളെ കല്യാണമല്ല, നീ എല്ലാ ദിവസം വരായി. വീട് 4 ദിവസം കഴിഞ്ഞേ. അല്ലാതെ ഒരു ദിവസം വന്നിട്ട് നീ കഞ്ഞി മുളകും തരാം നിനക്ക്. നീ തന്നാ മതി. അപ്പൊ അസുഖമില്ല. രണ്ടാമത്തെ എന്റെ ഫ്രണ്ടാണ്. പക്ഷെ ആ ഫ്രണ്ട് വെളിയിൽ ഇറങ്ങില്ല, അതാണ് കാര്യം. പിന്നെ വാ പോവാം. നമ്മളിതാ ഇപ്പൊ എവിടെ പോണം? പള്ളിയിൽ പോണം. എന്നിട്ട് ഇതുവരെ അനങ്ങണില്ല. ബാപ്പോ ഗൈസ്, അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അത് അവിച്ചേട്ടനുണ്ട്. ഇനി നമ്മള് നേരെ വീട്ടിലേക്ക് പോവും. എപ്പോഴെങ്കിലും ഇപ്പൊ നമ്മൾ ചേട്ടാ അവളെ എടുത്തു ചേട്ടാ, ചിലപ്പോ വീഴും. കൊറേ മാസം കൊണ്ട് ഇവളെന്നെ ഈ വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സാഹചര്യം മൂലം എനിക്ക് വരാൻ പറ്റുന്നില്ല. മാവേലി വാഴാൻ വേണ്ടിട്ട് വർഷത്തിലൊരിക്കൽ വരുമ്പോഴാണ് അവള്. അതുകൊണ്ട് കൊച്ചിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നുണ്ട്. നീ ഇന്ന് വന്നില്ലെങ്കിൽ നിന്നെയും കൊല്ലുമായിരുന്നു, അത് വേറെ കാര്യം. ഇന്ന് ഞാൻ അബദ്ധം വെച്ചിട്ട് വന്നു. ആരത് നമ്മളെ കാറ്? ആരത് നമ്മളെ അവളെ പറ സബ്സ്ക്രൈബ് ഓർക്കാൻ. ഇതാണ് പള്ളി. മാതാവ് അവിടെ വ്രതം എടുത്ത് അവൾക്ക് വ്രതം എടുത്ത് അവൾക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കേസ്. ഇറങ്ങിയാണ് നടക്കുന്നത്. ജോലി എന്താണെന്ന് പോലും അറിഞ്ഞില്ല കുറെ ദിവസമായിട്ട്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇതാണ് സ്റ്റാച്ചു. ഇതാണ് പള്ളി. ഇതാണ് ആരതിയുടെ പട്ടി. വന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ സമയത്രയായി? 5:30 എന്തുവായി. 6 മണിക്ക് ഇവിടെ നിന്ന് പോകും. ആരതി ഇരിപ്പുണ്ട്. സ്നേഹം വരുന്നേ, പക്ഷെ അത് പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മതിയേ. അപ്പോൾ ഞങ്ങളിതാ തിരിച്ചാരതിയുടെ വീട്ടിൽ പോയി. ഇനി ഞങ്ങൾ നേരെ ഞങ്ങളെ വീട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആരതി ഈ ചെമ്പരത്തി ഉപയോഗിക്കും. ഈ ചെമ്പരത്തില്ലേ പറഞ്ഞേ? ഇത് കിട്ടാനാണ് പാട്. എൻ്റെ വീട്ടിൽ നിൽക്കണം തോന്നുന്നു. ഡാൻസ് എടുത്തില്ല. അവൾക്ക് കാല് വേണം. ഞങ്ങളിവിടെ വീട്ടിന്റെ മുകളിൽ നിലയിലോട്ട് പോകും. മാറുതി നാണാൻ വന്ന് കസാര ഇവിടെ. എന്റെ അനിയന്റെ പണിയെ അടിച്ചേക്കുന്നത്.
അഭിനയാണ് അഭിനയം. ആ വാക്കോട്ടെ എങ്ങനെ വെക്കും. ഇതിന് വേണ്ടിയിട്ട് ഒരു കസാര ഉള്ളതാണ് കേട്ടോ. ഇത് കൊണ്ടുപോകാനുള്ള പാടുണ്ട്. ഇതാണ് നമ്മുടെ ആരതിയുടെ വ്യൂ പോയിന്റ്. അപ്പോൾ അടിപൊളി ചേട്ടാ. കിടുകിട് താഴെ കൊക്ക പോലെ കിടക്കണ. താഴോട്ട് ആളുകൾ കുളിക്കാനൊക്കെ പോകും കേട്ടോ. പക്ഷേ ഏത് വഴി പോവും? ആകെ ഉണ്ടെങ്കിൽ തിരിച്ചു ഇവിടെയൊക്കെ നല്ല ആഴമാണ്. ആരതി ഇവിടെ വന്ന സമാധാനം, ആരതിയുടെ അച്ഛന്റെ സമാധാനം കണ്ടുപിടുത്ത അവളെ അച്ഛന്റെ സമാധാനം കണ്ടുപിടുത്തുന്ന സ്ഥലം. നമ്മളിപ്പോ അത് കൈ ഇനി അവളെ സങ്കടം ഞാൻ തീർത്ത് കൊടുത്ത് ഞാൻ അവളെ വീട്ടിൽ വന്നിട്ടുണ്ട്. അല്ല മാവേലിനി അടുത്ത എന്നാണോ ഇങ്ങോട്ട്? അടുത്ത വർഷം കഴിഞ്ഞ വർഷം വന്നു. ഇവിടെ വീണ കൈകളോട് കേസിനോട് നിങ്ങൾ ഈ വീഡിയോ കാണണം. കണ്ടിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ജീവനോണ്ടാ നോക്കണം. സാരഥിയുടെ അനിയനാണ് ധോ കിടന്ന്. ഇപ്പോഴല്ല സമയം എത്ര സ്നേഹം? 5:42. ശ്രീകുട്ടാന് ഭസ്മം ഇട്ട് കൊടുത്തായിരുന്നു നീ? ഇട്ട് കൊടുത്തെന്ന് ഇട്ട് കൊടുത്തില്ല ഒന്ന് ഭസ്മം ഇട്ട് കൊടുക്കാന് മറക്കാതെ അത് ചെയ്യാൻ പറഞ്ഞിരുന്നേ. അവളെ കയ്യിൽ ഇരിക്കുന്ന കസാര പൊന്നുള്ളത്. ഗൈസ് പൊന്നു കരയണ ഗൈസ്. ഒരു കൊച്ചു പോയോണ്ടാണ് കരയുന്ന. മക്കൾ എന്തിനു കരയണേ? റോഡിൽ പോകാൻ വേണ്ടിട്ടാണ് ഈ കരച്ചത്. ആ ബാ നമുക്ക് റോഡിൽ പോവാം. ബൗബു ഇട ബൗബു മുത്ത് ബൗബു അവരെ യാത്രയാക്കാൻ വേണ്ടി പോയെന്തോ. ഞാനിവിടെ ഓടി. ഞാൻ പോണായിരുന്നു. ഞാൻ അടുത്ത വർഷം വരും. ആരതിയുടെ സഞ്ചിക്കകത്ത് നമുക്കുള്ള ബിരിയാണി. ആരതി കൊണ്ടുവന്ന സഞ്ചിയില് പിന്നീട് വരാം. അങ്ങനെ ഒരു നീ എടുത്താണല്ലോ. ഞങ്ങളെന്നാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ബൈ. ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണൊക്കെ. ബൈ ഫ്രണ്ട്സ്.